വിഴുപുരത്ത് സ്കൂളിലെ മാലിന്യക്കുഴിയിൽ വീണ് മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചു തമിഴ്നാട് സർക്കാർ. 3 ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ചു. കുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങളും 24 ലഭിച്ചു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റഹീസ്, അപകടം എങ്ങനെയായിരുന്നു സംഭവിച്ചത്? ഇപ്പോൾ നഷ്ടപരിഹാരത്തിന്റെ ഒരു തീർപ്പ് വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് സംബന്ധിച്ച വിവരങ്ങൾ? സുഹൈൽ, വിഴുപ്പുറത്തെ സ്കൂളിനുള്ളിലെ അഴുക്കുചാലിൽ വീണാണ് 3.5 വയസ്സുകാരി ഇന്ന് ഉച്ചയോടുകൂടി മരിച്ചത്. ഉച്ചയ്ക്ക് ഈ കുട്ടി മരിച്ചുവെങ്കിലും വൈകിട്ടോടുകൂടി മാത്രമാണ് മാതാപിതാക്കളെ അറിയിച്ചത്. ഈ സംഭവത്തിൽ ഏറെ ദുരൂഹതകളുണ്ട്. അത് നാട്ടുകാരും ആരോപിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ നമുക്കിതിലെ വിവരങ്ങൾ ലഭിക്കുമ്പോൾ തോന്നുന്ന കുറെ ദുരൂഹതകളുണ്ട്. കാരണം കുട്ടി മരിച്ച വിവരം ഏറെ വൈകി മാത്രമാണ് മാതാപിതാക്കളെ അറിയിച്ചത്. ഇവർ നേരത്തെ സ്കൂൾ വിടുന്നു. അപ്പോൾ കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ കുട്ടിയെ തിരക്കി സ്കൂളിലേക്ക് എത്തുന്നു. അപ്പോൾ മാത്രമാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്നും കുട്ടി ആശുപത്രിയിലാണെന്നും അറിയിക്കുന്നത്. രണ്ടാമതായി, കുട്ടി ഇത്തരത്തിൽ മാലിന്യക്കുഴിയിലേക്ക് വീഴുമ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് കുട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മാലിന്യക്കുഴിയിൽ വീണതെന്നാണ്. രണ്ടാമതായി, കുട്ടി ശുചിമുറിയിലേക്ക് പോകുമ്പോൾ അതിനിടയ്ക്കാണ് മാലിന്യക്കുഴിയിലേക്ക് വീണതെന്ന് പറയുന്നു. മാത്രമല്ല, ഇവർ ഫയർഫോഴ്സിന്റെ ഒന്നും സഹായം തേടാതെ ആ സ്കൂളിലെ ബസ് ഡ്രൈവർ തന്നെയാണ് ഈ കുട്ടിയെ ഈ മാലിന്യക്കുഴിയിൽ നിന്നും പുറത്തേക്ക് എടുത്തത്. അവിടെയും സംശയമുണ്ട്. മാത്രമല്ല, കുട്ടിയുടെ ചില ഡ്രസ്സുകളൊക്കെ ആ പരിസരത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നും അത്തരത്തിലൊരു മാലിന്യക്കുഴിയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ചെളിയോ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി കുട്ടിയെ പുറത്തിറക്കിയതിനു ശേഷം ഇവർ വസ്ത്രം മാറ്റിയാണോ പുറത്തേക്ക് കൊണ്ടുപോയത് എന്നത് അടക്കമുള്ള സംശയങ്ങളുണ്ട്. എന്തായാലും കേസിൽ ആകെ മൊത്തം ദുരൂഹതകളുണ്ട്. പല സ്കൂൾ അധികൃതരെയും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കണ്ടക്ടർ, ഈ കുട്ടി അവിടേക്ക് പോയി എന്ന് പറഞ്ഞതും ഈ കണ്ടക്ടർ തന്നെയാണ്. അതായത് കുട്ടി ഇത്തരത്തിലൊരു മാലിന്യക്കുഴിയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടു എന്ന് പറയുന്നു. മാത്രമല്ല, ശുചിമുറിയിലേക്ക് പോയ കുട്ടി എന്തിനാ മാലിന്യക്കുഴിയുടെ അടുത്തേക്ക് പോകണമെന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും സംശയങ്ങളും ദുരൂഹതകളും ഏറെ ഉയരുകയാണ്. മാലിന്യക്കുഴിയിൽ വീണ് മരിച്ച കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിലേറെ ദുരൂഹതകൾ ഇപ്പോഴും ആ സംഭവം സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. അതിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.